വീഡിയോസ് ഒക്കെ മോട്ടിവേഷൻ റിലേറ്റഡ് അതുപോലെ പ്രഗ്നൻസി റിലേറ്റഡ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇട്ടായിരിക്കും നിങ്ങൾ പൊതുവെ എല്ലാവരും എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് യൂട്യൂബ് ജേർണി, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അധികം ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അതിൽ കൂടുതലും ന്യൂ യൂട്യൂബ് ചാനലുള്ള ആൾക്കാരുടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അവർക്ക് എല്ലാവർക്കും ഒരു എന്തായാലും എഫക്റ്റീവ് ആവും. അപ്പൊ അതിനനുസരിച്ച് എൻ്റെ ഈ ജേർണിയിൽ എനിക്ക് എങ്ങനെ ഇത് ക്ലിക്ക് ആവാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ജേർണിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലായത് പറയാമെന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ സക്സസ് ആയി, മോണിറ്റൈസ്ഡ് ആയി, പൈസ വന്ന് അങ്ങനെ ആ സമയമായിട്ട് പറയാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് അത് ഇത്രയും ഡിലേ ആയിട്ടുണ്ടായിരുന്നത്. മുമ്പൊക്കെ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ സക്സസ് ആവാത്ത, അല്ലെങ്കിൽ എനിക്ക് സക്സസ് എന്നല്ല കേട്ടോ, എനിക്ക് ഒരു മോണിറ്റൈസേഷൻ ആവുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. അതല്ലേ അതിന് ശേഷം മാത്രമേ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് തോന്നിയതുകൊണ്ടാട്ടോ ഞാൻ ഇത്രയും കാലം ഡിലേ ആയത്. എൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു ആറ് മാസം മുന്നേ തന്നെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ക്യാഷ് ആയി വരാൻ വേണ്ടി $100 ആവാൻ വേണ്ടിയിട്ട് ഇത്ര സമയം എടുത്തു കേട്ടോ. എനിക്ക് 6 മാസം എടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് കിട്ടുന്ന വ്യൂവിനനുസരിച്ച് ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് ക്യാഷ് അതിലേക്ക് വരുള്ളൂ. ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഒരാളാണ്. പക്ഷേ ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടോ ഒരു ഡേറ്റോ ഒരു ദിവസമോ അങ്ങനെയൊന്നും നോക്കിയിട്ട് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. മോണിറ്റൈസേഷൻ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത് കാണുന്നെങ്കിൽ അവർക്ക് മനസ്സിലാവില്ലല്ലേ. അപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 100,000 സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ 4000 വാച്ച് അവേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് അതിനുശേഷം ആ ഒരു ക്രൈറ്റീരിയ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ചെറിയ എമൗണ്ട് ആയാലും നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു രീതിയിൽ ക്രൈറ്റീരിയ കഴിയണം. അതേപോലെ തന്നെ നിങ്ങൾ ഷോർട്സ് മാത്രമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഷോർട്സിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മില്യൺ, അത് 90 ദിവസത്തിനുള്ളിൽ 3 മില്യൺ വ്യൂസ് ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. അവിടെയും സബ്സ്ക്രൈബേഴ്സ് 1000 തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇനി ഏത് രീതിയിലും വേണമെങ്കിലും നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ പ്രോസസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെതായ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നോക്കാം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം എൻ്റെ ജേർണിയിൽ എന്ന് പറയാൻ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഒരു വർഷം 3-4 മാസം ആയപ്പോഴാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു 6 മാസത്തോളം ഞാൻ കണ്ടിന്യൂ ആയിട്ട് കുഴപ്പമില്ലാതെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4-5 മാസം ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മാസം 4 മാസം ആകുമ്പോഴാണ് മോണിറ്റൈസേഷൻ ആവുന്നത്. സത്യം എനിക്ക് ലെക്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ട് കേട്ടോ. ചോദിക്കുമ്പോൾ ഒരു വർഷം ഒരു 4-5 മാസം എത്തിയെങ്കിലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മാസത്തിനുള്ളിലാണ് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കംപ്ലീറ്റ് ആയിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിങ്ങും പിൻ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സടപടാൻ നടന്നിട്ടുണ്ട്. ഒന്നും ഡിലേ ആയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം സടപടയും നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിപ്പം 6 മന്ത് ആവണു. ഇപ്പോഴാണെങ്കിൽ $100 ആയിട്ട് ക്യാഷ് ഇപ്പം ഈ ഒരു വീക്കിൽ വരാം എന്ന് തോന്നുന്നു. അപ്പം $100 കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം എനിക്കൊന്ന് മെയ് 1 ആ സമയത്താണ് $100 കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് $100 ഇനിയിപ്പോൾ നമ്മൾ എപ്പോൾ മോണിറ്റൈസേഷൻ ആയാലും $100 കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ കിട്ടുക. അത് ചില സമയത്ത് മോണിറ്റൈസേഷൻ അതിനേക്കാൾ മുമ്പേ പറയാനുള്ളത്, ഇപ്പോൾ മോണിറ്റൈസേഷൻ ആവുന്നവരെ നമ്മുടെ ഒരുപാട് വീഡിയോസ് ഓടിയിട്ടുണ്ടാവും. ചില വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ നമുക്ക് ക്ലിക്ക് ആയിട്ടുണ്ടാവാം. ആ ക്ലിക്കായ വീഡിയോയിലായിരിക്കും നമുക്ക് വാച്ച് അവറും അതേപോലെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ ആ കംപ്ലീറ്റ് ആയത് വരെ മോണിറ്റൈസേഷൻ ആവുന്നവരെ നമുക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതൊന്നും നമുക്ക് പിന്നീട് പൈസയിലേക്ക് കണക്കൂട്ടില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ടിങ് ന്യൂ ആണ്. അപ്പോൾ ന്യൂ ആയിട്ടുള്ള പിന്നെ വരുന്ന വ്യൂസിനും ഇതിനനുസരിച്ചാണ് പൈസ വരിക. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടൊക്കെ $100 തികയായിരിക്കും. പക്ഷെ അത് എനിക്ക് തോന്നുന്നൊരു 10K വ്യൂസ് എങ്കിലും ഓരോ വീഡിയോസിനും നമ്മൾ ഇടുന്നതിനനുസരിച്ച് കയറി വരുമ്പോഴാണ് പെട്ടെന്നാവും ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. നമുക്കൊരു 1K അല്ലെങ്കിൽ 2K ഒക്കെ ഒരു വീഡിയോയിൽ മാത്രം വരികയാണെങ്കിൽ വളരെ ചെറിയ തോതിലുള്ള എമൗണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോസിൽ കിട്ടുക കേട്ടോ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് അഡ്വർടൈസിങ് നമുക്ക് വരുന്ന പരസ്യത്തിലാണ് പൈസ വരുന്നത്. ഈ പരസ്യത്തിൻ്റെ തന്നെ എത്രയോ പെർസെൻറ്റേജ് യൂട്യൂബ് എടുത്തിട്ടുള്ള ബാക്കി പെർസെൻറ്റേജ് മാത്രം നമുക്ക് തരിക. അതെന്തുകൊണ്ട് 50%, 40% എനിക്ക് കറക്റ്റ് അറിയില്ല, ആ ഒരു രീതിയിലാണ് കിട്ടുന്നത്. അപ്പം അവരെടുത്തൊന്നും വരുമ്പം വളരെ ചെറിയ, എനിക്കൊന്നും ഒരു $1 പോലും ഒരു 1K വ്യൂവിന് വരില്ല. അത് ഓരോ വീഡിയോക്കും ഓരോ രീതിയിലാട്ടോ. ഞാൻ തന്നെ പറയാം, നമുക്കിപ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോളർ കൂടും കേട്ടോ. ഈ നമുക്ക് വരില്ലേ പവർഫുൾ ആയിട്ടുള്ള നമ്മൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടില്ലേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ
ഡോളർ കൂടുതലാണ്. അല്ലാതെ നോർമലി നമ്മളിപ്പം പലരും സാധാരണ നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പെർസെൻറ്റേജ് ഓഫ് പൈസ മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യൂ ഒരുപാട് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്കതിന് പൈസ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്നാണ് എനിക്ക് എൻ്റെ ചാനൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. സത്യാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇതിന് മുമ്പേ ഒരു കുക്കിംഗ് ചാനലും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ വേറെ എന്തൊക്കെയോ റീസൺ കാരണം ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേറെ കാര്യം. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കിലുണ്ട് കേട്ടോ വളരെ ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പൈസ വരുന്നില്ല. വ്ളോഗൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യമുണ്ട്, വേഗം വ്യൂസ് കൂടി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്കിപ്പം സാധാരണ എഡ്യൂക്കേഷൻ ചാനൽ ചെയ്യുന്ന ഒരാൾക്ക് 1K വരുന്നെങ്കിലും ഇവർക്കൊരു 10K വരാം. അതുകൊണ്ട് തന്നെ പൈസ അവർക്ക് കൂടുതൽ കിട്ടാണ്ടൊന്നുമില്ല. പക്ഷേ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ഒരു പൈസയൊന്നും ആയിരിക്കില്ല വ്ളോഗ് ചെയ്യുന്ന ആൾക്ക് കിട്ടുക. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ എല്ലാം സിമിലർ ആണെങ്കിൽ പോലും നമ്മൾ ഓരോ വീഡിയോനും ഡോളർ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ എല്ലാവരും ഇടുക. അപ്പം അതിനനുസരിച്ചിട്ടാണ്. അതൊന്നും എനിക്ക് ക്ലിയർ ചെയ്ത് പറയാനും പറ്റില്ല, എനിക്കൊന്നും ആർക്കും ക്ലിയർ ചെയ്ത് പറയാൻ പറ്റില്ല ഏത് രീതിയിലുള്ള പരസ്യങ്ങളാണ് വരിക, ഈ ഒരു വീഡിയോന് എത്ര പെർസെൻറ്റേജ് ഓഫ് മണി കിട്ടും, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുതന്നെ യൂട്യൂബ് ഒരു മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല, ഒരു അൽഗോരിതമാണ്, അതെല്ലാവർക്കും അറിയാം. അത് ഓട്ടോമാറ്റിക്കലി മാറി വരും. ഇനിയിപ്പോൾ വീഡിയോസ് എങ്ങനെ റീച്ച് ചെയ്യണമെന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. റീച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടതും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരേ ഒരു കാര്യമാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലരും പറയും ഇന്ന സമയത്ത് ഇട്ടാൽ, അല്ലെങ്കിൽ ഇന്ന ദിവസത്തിന് ഇട്ടാൽ, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക് ഇട്ടാൽ. ചില ആൾക്കാരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ചില ടോപ്പിക്കുകൾ വരുമ്പം അത് ട്രെൻഡിൽ വരും. അതെ, ട്രെൻഡിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഇടുമ്പം തീർച്ചയായിട്ടും ചിലപ്പോൾ സക്സസ്സിലേക്ക് കയറാം. പക്ഷേ അത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ലാതെ നമ്മൾ അത് കയറിയിട്ട് പിന്നെ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ കിട്ടിയ റീച്ച് നമുക്ക് പ്രയോജനമാവില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെ ഇടണം. അപ്പോൾ ആ വീഡിയോസ് തന്നെയാണ് കയറി വരേണ്ടത്. എന്നാൽ മാത്രം നമുക്കൊരു സ്റ്റേബിൾ ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡിങ്സ് ഒക്കെ പോയി നോക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് നമ്മളെ ചാനൽ ഒരു അഡ്രസ്ഡ് ആവുന്നു, അല്ലെങ്കിൽ ആൾക്കാരുടെ ഉള്ളിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നിലനിൽക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എനിക്കും ബാധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ കേട്ടോ. എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് ഇപ്പം 6 മന്ത് ആകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പൈസ വരാൻ പോണത്, അല്ലെങ്കിൽ $100 കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പലരുടെയും സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെയും അവരുടെ യൂട്യൂബ് ജേർണീൻ്റെ ഒരു വീഡിയോസ് എല്ലാവരും ഇടുന്നത് നല്ലത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് മനസ്സിലായി അവർ ഒരു ദിവസം 3 ഷോർട്സും അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ഒരു വീക്കിലി 2 ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇടും കേട്ടോ. ഷോർട്സ് ഡെയിലി 1 or 2 ആയിട്ട് ഇടും. അപ്പം അങ്ങനെ ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലിക്ക് ആവും കേട്ടോ. ഇപ്പം ഞാൻ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആ 3 മാസം റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ട്രൈ ചെയ്തപ്പോഴാണ് ശരിക്കും എനിക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലായതും വീഡിയോസ് ഓടി തുടങ്ങിയതും ആൾക്കാർ കുറച്ചൊക്കെ കണ്ടു തുടങ്ങിയതും. അപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതേപോലെ ഡൗൺ ആയി വരും കേട്ടോ. നിങ്ങളൊരു മാസം സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ, എനിക്ക് പറ്റാറില്ല. അപ്പം പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആദ്യത്തേത് തുടങ്ങുന്ന പോലെ കേട്ടോ, ഒരേ സ്റ്റെപ്പിൽ ചവിട്ടി നടക്കുന്ന പോലെ തന്നെ ഉണ്ടാവും. പിന്നെ അത് നമുക്ക് ഒരുപാട് മാനസികമായിട്ട് തളർത്തും കേട്ടോ. പക്ഷെ പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് പോകുമ്പോൾ യൂട്യൂബ് നമ്മൾ കൊടുത്തിട്ട് ആ ട്രാക്കിലേക്ക് വരും. അത് ഡെഫിനറ്റ്ലി നടക്കും. ഇപ്പോൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. പിന്നെ എത്ര കൺസിസ്റ്റൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ വീഡിയോന് ഒരു ക്ലാരിറ്റിയും അതേപോലെ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടാവണം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ 100% അതുണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം വീഡിയോസിൻ്റെ നമ്മൾ റേറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചില വീഡിയോസിനൊക്കെ ആൾക്കാർ കണ്ട് പകുതിക്ക് ഇട്ട് തന്നെ പോവാം, അല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ അനലൈസിസ് നോക്കുമ്പം ശരിക്കും മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയും നന്നായിട്ട് കൊടുക്കാൻ, നമ്മൾ പറയുന്ന കാര്യത്തിനെ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ, അല്ലെങ്കിൽ നമ്മളൊരു ചിരിക്കുന്ന വീഡിയോ ആണെങ്കിൽ അവർക്ക് അതിൽ ഇൻവോൾവ് ആവാൻ, എൻ്റർടൈനർ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റണം. ആ ഒരു രീതിയിൽ നമ്മൾ വീഡിയോനെ നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോന്ന് ആൾക്കാർ വിട്ടുകൊണ്ടേയിരിക്കും. ഇപ്പം എൻ്റെ ഇപ്പോൾ മോട്ടിവേഷൻ ചാനലാണ്. ഈ ഒരു സംഭവം നിങ്ങൾ ഒരാൾ ഡൗൺ ആയിരിക്കുമ്പോഴേ കാണുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സക്സസ് ആക്കണം എന്നൊക്കെ തോന്നുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ
മോട്ടിവേഷൻ്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ സമയത്തേക്ക് നിങ്ങൾ കാണില്ല, പിന്നെ നിങ്ങൾ ഡൗൺ ആയിരിക്കുമ്പോഴാണ് കാണാം. അപ്പോൾ ഇങ്ങനെ എഡ്യൂക്കേഷൻ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കുറച്ച് സമയം നമ്മൾ കാണുമെങ്കിലും പിന്നീട് അവർ മാറിപ്പോകും. പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സും പുതിയ പുതിയ ആൾക്കാരൊക്കെ വരും. പക്ഷേ വ്ളോഗ് എൻ്റർടൈനിങ് ഒക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിൽ അത് റെഗുലറായിട്ട് കണ്ടുകൊണ്ടേയിരിക്കും ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇടുന്ന പിന്നെ ആ വീഡിയോയുടെ അല്ലെങ്കിൽ നമ്മൾ എടുത്ത സബ്ജക്റ്റിൻ്റെ ഒരു കാര്യത്തിലും നമ്മുടെ ചാനൽ വളരുന്നതിൽ വളരെ പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചാനലൊക്കെ വളർന്ന് സൂപ്പർ ആവണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ് ആ വക രീതിയിൽ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. ആർട്ട് ക്രാഫ്റ്റ് അതേപോലെ തന്നെ മോട്ടിവേഷൻ ഇങ്ങനത്തെയൊക്കെ വളരെ മെല്ലനെ വളരുള്ളൂ. അത് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പേഷ്യൻസ് ആയിരിക്കണം, അവർക്ക് ഭയങ്കര ക്ഷമയുണ്ടാകണം. എന്നാൽ മാത്രമേ അങ്ങനെയുള്ള ചാനൽ അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ വീഡിയോന് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് കാണാനും അല്ലെങ്കിൽ കേൾക്കാനും ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വാച്ച് ഓവർ കൂടുള്ളൂ. അതേപോലെ നമ്മൾ നല്ല ക്വാണ്ടിറ്റിയോടുകൂടെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവാനും അത് ഒന്നിക്ക് ഓരോരോ ആൾക്കാരിലേക്കും അപ്പോഴാണ് പെട്ടെന്ന് സജഷനിലേക്ക് പോകും കേട്ടോ. യൂട്യൂബിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ എങ്കിലും പോയിട്ട് അൽഗോരിതത്തിൽ വീഴാനും അത് ക്ലിക്കായി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് ആൾക്കാർ കാണുകയും ചെയ്യും. ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലേ, നമ്മൾ വീഡിയോസ് കയറി ഓരോന്നായിട്ട് അവർക്ക് സജഷനിൽ വന്നുകൊണ്ട് അവർ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടും. നമ്മൾ നല്ല ക്വാളിറ്റി ആണെങ്കിൽ അത് കുറേ നേരം ഇരുന്ന് അവർ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ വാച്ച് ഓവറും കൂടും കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു കാര്യം. നല്ല ക്വാണ്ടിറ്റിയോടും നല്ല ക്വാളിറ്റിയോടും കൂടിയുള്ള വീഡിയോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും, നമ്മളുടെ അപ്പിയറൻസിൻ്റെ പ്രത്യേകത ഉണ്ടാവും, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടാവും. ഇതിലെല്ലാം നമ്മൾ നോക്കണം കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ടിട്ട് അത് ക്ലിക്ക് ആവുന്നില്ല അല്ലെങ്കിൽ ആരും കാണുന്നവരാണ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇനിയിപ്പോൾ പറയാനുള്ളത് പെട്ടെന്ന് ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയാലും ഇപ്പോഴത്തെ വീഡിയോ ആണെങ്കിൽ പോലും അത്രയും ക്ലാരിറ്റിയോ അല്ലെങ്കിൽ അത്രയും ഗുഡായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനോ ഒന്നും അല്ല. ഞാനിപ്പോഴും എൻ്റെ വീഡിയോസ് തിരിച്ച് കാണുമ്പോൾ ഞാൻ വയ്ക്കും ഒരു കാര്യം സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അടുത്ത സെൻറ്റൻസ് കയറി സംസാരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്സ് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അറിയുന്ന പോലെ നീറ്റായിട്ട് ചെയ്യാം. അത് വർഷങ്ങൾ എടുക്കുന്നതോറും അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുന്നതോറും നമ്മൾ പഠിച്ചു വരും. അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് തന്നെ കണ്ടിട്ട് നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ ചെയ്തതിൽ എന്തൊക്കെ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ ഉള്ളത്. അതേ കാറ്റഗറിയിലുള്ള ആൾക്കാർ വീഡിയോ ഇട്ട് നമ്മൾ നോക്കൂലേ, ഞാനായാലും നോക്കാറുണ്ട് കേട്ടോ. അത് നമ്മൾ നോക്കുന്നത് നമ്മളുടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായി കഴിഞ്ഞാലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ നമ്മളെ കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ടേയിരിക്കും. ആ സമയത്ത് ചില സമയത്ത് നമ്മളും അവരുടെ സെയിം രീതിയിലുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്താലും നമ്മൾ അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവരൊക്കെ സക്സസ് ആയിട്ടുണ്ടല്ലോ, നമ്മുടെ വീഡിയോസ് എന്താ ക്ലിക്ക് ആവാത്ത അല്ലെങ്കിൽ ഇത് ഞാനും അതുപോലെ തന്നെയാണ് പറയാൻ അല്ല. നമ്മുടെ വീഡിയോൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവും, അതാണ് നമ്മളിത് ക്ലിക്ക് ആവാത്തത്. നമ്മുടെ പ്രസൻറ്റേഷൻ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മളെയാണ് ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. നമ്മൾ ഇട്ട് ഓരോ വീഡിയോസും നോക്കി ഇതെന്തുകൊണ്ട് ഇവിടെ എന്തൊക്കെ തെറ്റ് പറ്റി ഒരു കാണുന്ന വ്യൂവറായിട്ട് നിങ്ങളൊരു വേറൊരാളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ആസ്വദിക്കുക, ആ രീതിയിൽ നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പോരായ്മകൾ മനസ്സിലാവും. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തിരുത്താൻ പറ്റുന്നതല്ല നമ്മുടെ പ്രോബ്ലം. നമുക്കൊരു സ്കില്ല് വളർന്നു വരേണ്ടതാണ്. അത് ഓരോ പ്രാവശ്യവും നമ്മൾ വളർത്തിക്കൊണ്ടേയിരിക്കുക. നമ്മളിൽ ചേഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷനിൽ ചേഞ്ച് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ചേഞ്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു സക്സസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയിലും നമ്മളൊരു ചേഞ്ച് വരുത്താൻ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷനിൽ ഒരു ചേഞ്ച് വരുത്താൻ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ക്വാളിറ്റിയോടുകൂടെ വീഡിയോസ് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലേ തീർച്ചയായിട്ടും വീഡിയോ ഒരു ദിവസം ക്ലിക്ക് ആവട്ടോ. അതെന്തായാലും മസ്റ്റായിട്ടും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് വാച്ച് ഓവർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം കാണുന്ന ആൾക്കാർ അത്യാവശ്യം കുറച്ച് സമയമെങ്കിലും കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവരാരും സബ്സ്ക്രൈബ് ചെയ്യില്ലായിരുന്നു. എൻ്റെ കുറവ് കാരണം മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ആൾക്കാർക്ക് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കേൾക്കേണ്ടി വരുള്ളൂ. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് മോട്ടിവേഷനിലേക്ക് അവർ തിരിച്ചു വരിക. അതുകൊണ്ട് തന്നെ പൊതുവേ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വലിയ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടാണ് കുറവുണ്ടായിരുന്നത്. പക്ഷേ വാച്ച് ഓവർ കംപ്ലീറ്റ് ആവുന്നുണ്ടായിരുന്നു. അതേപോലെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വ്യത്യാസം നമ്മുടെ കയ്യിൽ വരും. ഇനിയിപ്പോൾ ഷോർട്സ് വഴിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കയറാൻ പറ്റാം. ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. ഇപ്പോൾ ഷോർട്സിലൊക്കെ വ്യൂസൊക്കെ പലരും നമ്മളിപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കിയിട്ട് ചില ആൾക്കാർ ചിലപ്പോൾ അത് വേണ്ട വെച്ച് പോകും. കാരണം വളരെ ചെറിയ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് ചെറിയ ചാനലല്ലേ എന്ന് വെച്ചിട്ട് വലിയ ചാനലിലേക്ക് പോകും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഒക്കെ നമ്മളുടെ
എല്ലാവരും നോക്കിക്കാണുന്ന എല്ലാവർക്കും ഓരോരോ ചിന്താഗതികളുണ്ട് നമ്മളെ കാണുന്ന വ്യൂവേഴ്സിന്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോന് എത്ര വ്യൂസ് ഉണ്ട്, എത്ര ലൈക്സ് ഉണ്ട് ഒക്കെ നോക്കി കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം ചെറിയ ചാനലാകുമ്പോൾ ഒരിക്കലും വലിയ ആൾക്കാരെ പോലെ ഉണ്ടാവില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ലൈക്സ് ഒക്കെ ഹൈഡ് ചെയ്യാം. പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കമ്പി ഇപ്പം ഹൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, എനിക്ക് പറ്റാറില്ല. പക്ഷേ ഇപ്പം ഷോർട്സിലൊരു ഗുഡ് ക്വാളിറ്റി വന്നിട്ടുണ്ട്. നമ്മൾക്ക് വരുന്ന വ്യൂസ് എത്രയാണോ അത്രയും കാണിക്കും. കാരണം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാലും നമ്മുടെ ഇത് സ്ക്രോളായി പോയെങ്കിലും അതൊരു വ്യൂ ആയിട്ട് തന്നെ വരുന്നുണ്ട്. പണ്ട് നമ്മൾ കണ്ട ആൾക്കാർ മാത്രമായിട്ടാണ് വ്യൂ ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ ഷോർട്സിൽ വീഡിയോ ഇടുമ്പം നമുക്ക് വളരെ ചെറിയ എമൗണ്ട്, ഒരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ ചെറിയ ഷോർട്സ് ആൾക്കാർ മാത്രമേ വ്യൂസ് മാത്രമേ കാണാറുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 1K മേലെ എല്ലാവർക്കും, അത്യാവശ്യം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. കാരണം സ്ക്രോൾ ചെയ്ത് പോയിട്ട് വരെ വ്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അത് നമ്മളെ കാണുന്ന ഒരു വ്യൂവേഴ്സിന് 1K ആൾക്കാരോട് കണ്ടു എന്നുള്ളൊരു തോന്നൽ വരും. അപ്പം ആ ഒരു രീതിയിലൊക്കെ യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ഷോർട്സിൽ. അപ്പം അതുകൊണ്ട് തന്നെ 3 മിനിറ്റും ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെറിയ ചെറിയ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ പറയണ്ടേ 3 മില്യൺ ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാനും പറ്റും. പക്ഷെ മോണിറ്റൈസേഷൻ ആയിട്ട് ഇതൊരു വരുമാനമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾക്ക് ആഡ്സ് വരേണ്ടത് എന്തായാലും ലോങ് വീഡിയോന് ആഡ് വരുമ്പോഴാണ് നമുക്ക് ക്യാഷ് നല്ലോണം കിട്ടുക. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോസ് ആൾക്കാർ കാണാൻ ഉള്ള പാകത്തിന് മറ്റുള്ളവരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വീഡിയോക്ക് ക്വാളിറ്റി ഉണ്ടാവണം, സൗണ്ടിൽ ക്വാളിറ്റി ഉണ്ടാവണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് എന്നൊക്കെ പറയുന്നത് ഇപ്പം നന്നായിട്ട് ഒരു ചാനൽ എന്ന രീതിയിൽ നന്നായിട്ട് ഡെവലപ്പായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പം എൻ്റെ ചാനലിൽ തന്നെ ഞാനൊരു ഫോണിലാണ് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ വോയിസ് വരെ ക്ലാരിറ്റി ഒന്നും ക്ലിയർ ആയിട്ടില്ല. കാരണം ഇതിൽ നിന്ന് പൈസ വന്നിട്ട് വേണം എനിക്കൊക്കെ അത് ചെയ്യാൻ. കാരണം ഞാനൊക്കെ ഒരു സാധാരണ വീട്ടമ്മയാണ്. പക്ഷേ അതിലൊക്കെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വളരെ വലിയ രീതിയിലല്ല കേട്ടോ, ചെറിയ രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പലരും പറയാറുണ്ട് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഫോണിൽ ചെയ്താൽ മതി, ആ ഒരു രീതിയിൽ മതി, പിന്നെ സക്സസ് ആകുമ്പോൾ അതൊക്കെ മതി എന്നുള്ളത്. പക്ഷേ ഞാൻ പഠിച്ചൊരു കാര്യം, എൻ്റെ ഫോൺ എന്ന് പറയുന്നത് സാംസങ് S22 Plus അങ്ങനെ എന്തുവാ. അപ്പം അതിന് കുറച്ചെങ്കിലും ക്വാളിറ്റി ഉണ്ടല്ലോ. ഞാൻ എടുക്കുന്ന സമയത്ത് അത് ന്യൂ ആണെങ്കിലും ഇപ്പം അത് കുറച്ച് ഓൾഡ് ആയതാണെങ്കിൽ പോലും കുറച്ച് ക്ലാരിറ്റി ഉണ്ടല്ലോ. അപ്പം അതൊക്കെ എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ വോയിസിൻ്റെ കാര്യത്തിൽ എപ്പോഴും എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്, ക്ലാരിറ്റി വേണം എന്നൊക്കെ. മൈക്ക് യൂസ് ചെയ്യണം. ഞാൻ മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് റിവ്യൂസ് വരും കേട്ടോ. നമ്മൾ ആ റിവ്യൂ നോക്കി വാങ്ങും. പക്ഷേ പലപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ എന്ത് യൂട്യൂബിൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് ജെന്യൂനായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഞാൻ റിവ്യൂ നോക്കിയിട്ട് ഒരു മൈക്ക് മേടിച്ചിട്ട് പണി കിട്ടിയ ഒരാളാണ്. കാരണം എനിക്കത് ക്ലിയർലി വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. കാരണം അതിലെനിക്കൊന്നും നോയ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് തോന്നി. അത് മൂലക്കിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജെന്യൂനായിട്ട് പറയാൻ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറയാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ചെയ്യാൻ നമ്മൾ കാണുന്ന ഒത്തിരി പേരുണ്ട്. അവർ കാണുന്നത് നമ്മൾ സ്ട്രെസ് ചെയ്തിട്ടാണ്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസം വെച്ചിട്ടാണ്. അപ്പം ആ ഒരു ജെന്യൂനിറ്റി എപ്പോഴും കാണിക്കുക. അത് വളരെ നല്ല കാര്യം കേട്ടോ, യൂട്യൂബ് എന്ത് ജേർണിയിലാണെങ്കിലും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജേർണിയിൽ ഞാൻ കണ്ടിട്ടുള്ള. അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആകുമ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എല്ലാ ഫേമിലും നമ്മളൊരു ബിസിനസ് എൻ്റർപ്രണർ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ആ സ്ട്രഗിൾ ചെയ്ത് മാത്രമേ സക്സസ് ഉണ്ടാവുള്ളൂ. എനിക്ക് പറ്റുന്നില്ലല്ലോ, എൻ്റെ ആകുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ബോധോട്ടായിട്ടുള്ള കാര്യമില്ല. ഞാൻ ഇതിലൊരിക്കലും ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ ഒന്നും അല്ലായിരുന്നു കേട്ടോ. എനിക്ക് ചുമ്മാതെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര ബോറടി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ന്യൂ ആയിട്ട് എനിക്ക് എൻഗേജ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരുന്ന് നേരം കളയാൻ താല്പര്യമില്ല എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്കതൊരു വലിയ ബേർഡൻ അല്ല. എനിക്ക് മോണിറ്റൈസേഷൻ ആവുന്നില്ലല്ലോ, എനിക്ക് പൈസ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലൊന്നുമില്ല. കാരണം ഇതെൻ്റെ ലൈഫിൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ, അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻഗേജ് ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയത്. അതുപോലെ മനസ്സിലാക്കരുത് കേട്ടോ. ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളൊരു ഇൻട്രസ്റ്റിന് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വളരും. നമ്മുടെ കൂടെ തന്നെ അത് വളരുകയും ചെയ്യും. അത് നമ്മൾ ആഗ്രഹിച്ച പോലെ മോണിറ്റൈസേഷനും അതേപോലെ തന്നെ പൈസയൊക്കെ കിട്ടി തുടങ്ങും കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ചേച്ചിക്ക് എന്താ പൈസയുടെ ആവശ്യമില്ലെന്ന്. പൈസയുടെ ആവശ്യം ഒരുപാടുണ്ട്. പക്ഷെ പൈസയുടെ പിന്നാലെ ഓടുക എന്നുള്ളതിനോട് എനിക്ക് താല്പര്യമില്ല. ഉള്ള പൈസ കൊണ്ട് ജീവിക്കാം എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ദൈവാനുഗ്രഹിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് ജീവിക്കുന്നതെങ്കിലും അതിൽ തൃപ്തിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വരുമാനം വന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഏൺ ചെയ്യുന്ന വരുമാനമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ വലിയൊരു ആശ്വാസമാണ്. പക്ഷേ ആ ഒരു ആശ്വാസം വേണമെന്ന് വെച്ച് എൻ്റെ മനസ്സമാധാനം കളഞ്ഞതിൻ്റെ പിന്നാലെ ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ സമാധാനത്തോടു കൂടെ പോവുക.
എന്തായാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, നല്ല ക്വാളിറ്റിയോടുകൂടിയും ക്വാണ്ടിറ്റിയോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും കേട്ടോ. എൻ്റെ ഒരു ജേർണിയിൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയി അല്ലെങ്കിൽ ഒരു എമൗണ്ട് വരുന്നത് ഒരു പാത്തിലെത്തിയപ്പം എനിക്ക് ഇത് കാണുന്ന ഒത്തിരി പേര് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ അവരോട് എനിക്ക് സംസാരിക്കണം തോന്നി, അല്ലെങ്കിൽ അവരോട് എനിക്ക് പറയണം തോന്നി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സക്സസ് ഉള്ള ഒരു ദിവസം ഉണ്ടാവും. ഇനി നിങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലാണ് ഇത് കാണുന്നെങ്കിൽ മസ്റ്റായിട്ട് തുടങ്ങും കേട്ടോ. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു മാർഗ്ഗം ജീവിതമാർഗ്ഗമായിട്ട് കാണുക, അല്ലെങ്കിൽ ഇത് സക്സസ് ആക്കിയേ പറ്റുമെന്ന് ആലോചിച്ച് ഇതിലേക്ക് ഇറങ്ങരുത്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും നമ്മളൊരു വീഡിയോ എടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ടോപ്പിക്ക് ചിന്തിച്ചിട്ടും ഒരുപാട് ബുക്സ് വായിച്ചിട്ടും ഒരുപാട് ആർട്ടിക്കിൾസ് വായിച്ചിട്ടും നമ്മൾ ലൈഫ് ഇങ്ങനെ എൻഗേജ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ലൈഫ് വെറുതെ ഇരിക്കാണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ടും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ ഒരു ഭയങ്കര ഫെയിം ആയിട്ട് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊക്കെ ഇതിന് വേണ്ടി മരിച്ച് ജീവിക്കുകയാണെങ്കിൽ ചില സമയം ലക്കൊക്കെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് സക്സസ് ആവും. അല്ലാത്ത ആൾക്കാർ ഒരുപാട് വർക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ആ രീതിയിൽ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.